കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളവാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് നമ്മളെ ഭക്തർക്ക് അനുഗ്രഹം തരാനായിരിക്കുന്നത് നോക്കണ്ടേ. നമുക്കങ്ങനെ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്തിട്ട് വരാം. അവിടെ പോയിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ഒരു സമാധാനം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അത്രയും ഭക്തയായ ആ ഒരു ഭക്തയ്ക്ക് വേണ്ടിയിട്ട് അവിടെ എത്തി അനുഗ്രഹം കൊടുത്ത ആ ഒരു മഹാവിഷ്ണുവിനെ, അതായത് ഗുരുവായൂരപ്പനെ നമ്മൾ ആ ഭക്തയെ നമ്മൾ സ്മരിക്കുന്നതിലൂടെ ആ ഗുരുവായൂരപ്പൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു അനുഗ്രഹം കൂടി കിട്ടുകയാണേ. അങ്ങനെ നമ്മൾ അവിടെ പോയി തൊഴുത് വരുമ്പോൾ നേരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തുള്ള അത്തിമര ഗണപതിയെ ഒന്ന് കണ്ടു തൊഴാം. അവിടെ വന്നാലും വളരെ സുഖമായിട്ടുള്ള ദർശനമാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ കൊടിമരം കാണാം. ആ സ്വർണ്ണ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ, നേരെ മുന്നിലേക്ക് നോക്കിയാൽ നമ്മുടെ ആ വലിയ ബലിക്കല്ല് കാണാം. അതേപോലെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലുള്ള ഗജരാജൻ കേശവൻ്റെ രണ്ട് കൊമ്പുകൾ കാണാം, സ്വർണം കെട്ടിച്ച കൊമ്പുകൾ. അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയും കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടത് വശത്തേക്ക് നോക്കിയാൽ ആ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അവിടെ അങ്ങനെ ആ ചില്ലുകൂടിൽ വിളക്കിങ്ങനെ കിടാവിളക്ക് കത്തിയിരിക്കുന്നുണ്ടാവും. അതുപോലെ വലതേ വശത്തുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ടൊന്ന് മനസ്സിൽ സ്മരിക്കാം നരസിംഹാവതാര രൂപത്തെ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ. ആ പ്രകാശം ഇങ്ങനെ വരികയാണ്. ആ സ്വർണ്ണ വിളക്കിൻ്റെ നെയ്യ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കത്തുന്ന ആ പ്രകാശങ്ങളിങ്ങനെ ധാരകളിങ്ങനെ ആടി കളിക്കുകയാണ് ആ ഭഗവാന്റെ രൂപം കണ്ടിട്ടേ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള രൂപമാണ്. അതിങ്ങനെ നോക്കി നോക്കൂ, എന്ത് രസമാണെന്നറിയോ. ആ ഓരോ അങ്ങനെ കാറ്റത്ത് ആടി കളിക്കുന്ന പോലെ ആ ഭഗവാന്റെ ആ രൂപം കണ്ടിട്ട് ഇങ്ങനെ ആടി കളിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച, നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ അതിങ്ങനെ കാണുക. അങ്ങനെ കണ്ടിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഉണ്ണിക്കണ്ണൻ അങ്ങനെ മുട്ട് കുത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാൽപാദങ്ങൾ ഇങ്ങനെ കാണാണ്ട്, പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കണമ്പോൾ മുട്ട് കുത്തി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ്. അതുമാത്രമല്ല, വലിയ ഒരു കലം കാണാണ്ട് നിറച്ച് വെണ്ണയിട്ട് അതിങ്ങനെ വെണ്ണ ഇങ്ങനെ തുളുമ്പി നിൽക്കുക. അതൊന്ന് എടുക്കുകയാണ് കേട്ടോ. അതൊന്ന് എടുത്തിട്ട് സ്വന്തം വലത്തെ കയ്യിൽ നിറയെ വെണ്ണ ഉണ്ട്. പിന്നെ ഇടത്തെ കയ്യിലാണെങ്കിലും ഇടത്തെ കൈ ഇങ്ങനെ നിലത്ത് കുത്തിയിട്ടുണ്ട്. നിലത്ത് കുത്തിയതിൻ്റെ അടിയിൽ ആ ഓടക്കുഴൽ പിടിക്കല്ല, ഓടക്കുഴൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൈ കുത്തിയുണ്ടാകും. ഇനിയിപ്പോൾ വീഴണ്ടാച്ചിട്ടേ ഈ വെണ്ണ എടുത്തിട്ട് അത് കുടമൊക്കെ പാടായിട്ട് പൊട്ടി വീഴണ്ട, എന്നിട്ട് നമ്മളടുത്ത് ചീത്തയാക്കണ്ട വെച്ചിട്ടാണ്. അപ്പോൾ അതിനെങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പിടിച്ച് മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കണം ആ കുസൃതിക്കണ്ണൻ. എന്തൊരു രസമാണ്. കാഴ്ച തന്നെ കണ്ടാൽ മതി, അവിടുന്ന് മാറാനേ തോന്നില്ല. അവിടെ ചെന്നിട്ട് ആ ഉണ്ണീൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വെണ്ണ വാങ്ങിയിട്ട് കഴിക്കാനൊക്കെ പറ്റിയ എത്ര രസമാണ്. ഉണ്ണിക്ക് അങ്ങോട്ട് വാരി കൊടുക്കാനാണ് തോന്നുക, അത്രയ്ക്കും മനോഹരം. നല്ല രസമായിട്ട് തന്നെ അലങ്കാരം കേട്ടോ. അങ്ങനെ നോക്കി വരുമ്പോൾ ആ പീലി ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിനങ്ങനെ തിരുമുടി മാല ഇട്ടിട്ടുണ്ട്. വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ള അതേപോലെ തന്നെ 2 എണ്ണം അങ്ങനെ ആയിട്ടുണ്ട്. നല്ല കാഴ്ച. പിന്നെ ഒരെണ്ണം താമരമാലയുണ്ട്. പിന്നെ നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, ഒരു വളയം പോലത്തെ മാല കഴുത്തിൽ, അതേപോലെ ഒരു പതക്കം പോലത്തെ മാല, പിന്നെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് ഉള്ള അലങ്കാരവും. പിന്നെ വലിയ ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി, താമര അങ്ങനെ ആയിട്ടുള്ളതാണ്. നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച. ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ നമുക്ക് ആ ഉണ്ണീനെ ചെന്നിങ്ങനെ വാരി എടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ തോന്നും. അവിടുന്ന് ശ്രീലകത്തു നിന്ന് ഇങ്ങനെ എടുത്തു കൊണ്ടുവരാൻ തോന്നുന്ന പോലെയാണ്. അത്രയ്ക്ക് മനോഹരം. ആ കുസൃതി നിറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു നോട്ടാണ്. വെണ്ണ കഴിക്കുക, എൻ്റെ കയ്യിൽ വെണ്ണ ഉണ്ടല്ലോ, വെണ്ണ ആർക്കാ വേണ്ടേ, വന്നോളൂ തരാം എന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ച. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, ആ കാഴ്ച കണ്ടോളൂ. നാരായണ 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 എന്നങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന്
ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണെന്ന് എല്ലാവരുടെയും മനസ്സ് ആ സോപാനപ്പടിയിലെത്തട്ടെ. എന്നിട്ട് ആ ശ്രീലകത്തേക്ക് നോക്കുക. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയി ദർശനം ലഭിച്ച ആ ഒരു പ്രതീതിയാവും. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എന്തായാലും എത്തും. അങ്ങനെ നമ്മൾ അവിടുന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴുക. അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ നമ്മളെ അല്ലക്കണ്ണനെ കാണാം, പെയിൻറ്റിങ് കാണാം. അങ്ങനെ അതൊക്കെ കണ്ട് വരുമ്പോൾ ഗ്രില്ലിന് അപ്പുറത്തേക്ക് ഇങ്ങടത്ത് പോരുമ്പോൾ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോഴോ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് അലങ്കാരമായിട്ടുണ്ട് കേട്ടോ. നല്ല ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുഖമൊക്കെ ഇങ്ങനെ എന്ത് സുന്ദരനായിട്ട് അവിടെ നല്ല രസമായിട്ടായിരിക്കണം. നല്ലൊരു എന്താ പറയുക, പാവ് കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചുവന്ന പട്ട് അരയിൽ കെട്ടിയ മാതിരി ഉണ്ട്. പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല മാലകൾ ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെയാണ് ഗണേശൻ ഇങ്ങനെ ഇരിക്കുന്നത്, ഭക്തരെ അനുഗ്രഹിക്കാൻ. അപ്പോൾ എല്ലാവരും ആ ഗണേശൻ്റെ മുന്നിൽ പോയിട്ട് എത്തിടുന്ന പോലെയും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അവിടുന്ന് തൊഴുത് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിൽ നോക്കിയിട്ട് തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണപതി കാണാം. ഗണേശനെ കണ്ട് ഒന്ന് തൊട്ട് തലോടാം. പിന്നെ അങ്ങനെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ഒക്കെ കണ്ട് മേൽശാന്തിയുടെ അടുത്ത് വരിക. അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഉച്ചപൂജ എന്നത്തെയും മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത അച്യുതൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ആ വാമന രൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും പിന്നെ മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ അനന്ത പത്മനാഭസ്വാമീനെ കാണാനായിട്ട് പോരാം. അങ്ങനെ വരുമ്പോൾ അവിടെയും ധാരാളം താമരമാലകളൊക്കെ ഇഷ്ടം പോലെയാണെന്ന്. മുകളിലിങ്ങനെ വിധാനമായിട്ട് തുളസിമാലകളും ചാർത്തിയിട്ടുണ്ട്. അവിടെ തൊഴുക. അതിന് ശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് സ്ത്രീകളൊക്കെ ആണെങ്കിൽ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. അങ്ങനെ അവിടുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ശ്രീരാമചന്ദ്രനെയും അതേപോലെ ബലരാമനെയും ഭാർഗവരാമനെയൊക്കെ കണ്ടിങ്ങനെ തൊഴുതിങ്ങനെ വരാം. അവിടെയൊക്കെ ഓരോ തുളസിമാലകളുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കണ്ണൻ്റെ അടുത്ത് വരിക. ആ കൃഷ്ണൻ്റെ രൂപത്തിൻ്റെ അവിടെയുണ്ട് 2-3 തുളസിമാലകളുണ്ട്. അതൊക്കെ കണ്ട് തൊഴുത് മുരുകൻ്റെ അടുത്ത് വരിക. മുരുകന് ഭസ്മാലങ്കാരം കഴിഞ്ഞിങ്ങനെ ഇരിക്കുക. അതിനുശേഷം നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു വെറ്റിലമാലയുണ്ട്, കുറച്ച് കുങ്കുമമുണ്ട്. അങ്ങനെ ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കുക കേട്ടോ എല്ലാവരും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാദ് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ ആ കാളിയമർദ്ദൻ്റെ രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഓവിൻ്റെ അവിടെ വന്നാൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ പ്രാർത്ഥിക്കാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കാവുകൊണ്ട് എന്ത് ചോദിച്ചാലും തരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാം. പിന്നീട് നമ്മൾ നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കാണാം, അതുകൊണ്ട് തൊഴാം. പിന്നെ നമ്മുടെ മണിക്കിണറും അതേപോലെ ആ നൃത്താറയിലത്തെ ദീപം ഇങ്ങനെ കത്തി നിൽക്കേണ്ട അതൊക്കെ കണ്ടിങ്ങനെ തൊഴുത് കുറുവരമ്മേനെയും നാരദരെയും അതേപോലെ വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എടത്തരികത്ത് കാവിലെ ഭഗവതിയെ തൊഴാനായിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ അവിടേക്ക് കുറച്ച് തിരക്കുണ്ട്. അങ്ങനെ വന്ന് നമ്മൾ ഭഗവതിയെ കാണുക. ഭഗവതിയെ കാണുമ്പോൾ എന്താ വെച്ചാൽ ആ മുഖത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ച.
മുഖത്തൊക്കെ നല്ല എന്താ പറയുക, കണ്ണൊക്കെ വലിയ കണ്ണാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. വലിയ കണ്ണ്, നല്ല ഉണ്ട കണ്ണ്, അങ്ങനെ വലിയ ചുവന്ന പൊട്ടും തൊടിപ്പിച്ചിട്ടുണ്ട്. അതേമാതിരി നല്ല രസമായിട്ടുള്ള നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഭാവത്തിലാണ്. എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കാനുള്ള ആ ഒരു ഭഗവതിയുടെ ഭാവമാണ്, നന്നായിട്ടുണ്ട്. പിന്നെ ധാരാളം നല്ല വലിയ കാശുമാല പോലത്തെ മാല ഉണ്ട്. പിന്നെ ഒരു ഇടത്തെ ഒരു കുടുക്കി കെട്ടി പോലത്തെ ഒരു മാലയും ചാർത്തിയിട്ടുണ്ട്. പിന്നെ സ്വർണത്തിൻ്റെയാണ് ഇത് രണ്ടും. പിന്നെ നേരെ നല്ല തെച്ചിപ്പൂവിൻ്റെയൊക്കെ മാലകൾ ധാരാളമുണ്ട്. പിന്നെ അർച്ചനകൾ ധാരാളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. ഇനി നമുക്ക് ഭഗവതിയെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ മനസ്സിലിങ്ങനെ സ്മരിക്കുക. അപ്പോൾ നമുക്ക് ആ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. അങ്ങനെ നമ്മൾ അതിന് ശേഷം നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ശ്രീലകത്തേക്ക് നോക്കുക. ആ മുട്ടുകുത്തിയ വെണ്ണക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നീട് നമ്മളിങ്ങനെ വരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. അവിടെ ആ കിടാവിളക്കനും കാണാം. അപ്പോൾ കണ്ടു തൊഴുക. ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ കാണിച്ചു കൊടുത്ത ആ വില്യമംഗലത്തിൻ്റെ പ്രിയ ശിഷ്യനായ ആ മാനവേദ രാജാവിന് കാണിച്ചു കൊടുത്ത, സാമൂതിരി രാജാവിന് കാണിച്ചു കൊടുത്ത സ്ഥലമാണ്. അപ്പോൾ അത് അവിടെ നോക്കി തൊഴുക. പിന്നീട് നമ്മളിങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വന്നാലോ അവിടെ ഉണ്ട് കേട്ടോ ഒന്നിങ്ങനെ ചന്ദനമൊക്കെ ചാർത്തിയിട്ടുണ്ട്. മുഖമൊക്കെ നന്നായിട്ട് കളപ്പൊക്കെ പൊതിഞ്ഞ് നല്ല രസമായിട്ട് അങ്ങനെ ഉണ്ട്. നല്ലൊരു കറുത്ത നല്ല പൗണ്ടാണ് ആദ്യം ഉടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കറുത്തൊരു ചെറിയ പട്ടും ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ വലിയ മാലകളുണ്ട്. അപ്പോൾ അതേപോലെ കാതിലൊക്കെ അങ്ങനെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ നേരെ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള ആ വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നാൽ നമ്മൾ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരുമ്പോൾ അതിൻ്റെ നടുക്കുള്ള നമ്മളെ ആ കാളിയമർദ്ദന രൂപത്തെ ഒന്നുകൂടി കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ നേരെ അന്നലക്ഷ്മി ഹാളിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ വന്ന് ആ നാരായണാലയത്തിൽ വന്ന അവിടെ ധാരാളം ഭക്തജനങ്ങളിങ്ങനെ ഗാനം ആലപിക്കുന്നു. അതൊക്കെ കേൾക്കാം. പിന്നെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വരുമ്പോൾ ആ ഭഗവതി നടയിൽ ഒന്നുകൂടി തൊഴുതു. പിന്നെ അങ്ങനെ വന്ന് ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലുള്ള ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും, അതേപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ആ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ചെറിയൊരു കഥ പറയാം. ഇന്ന് നമ്മൾ നാരദൻ്റെ ഒരു കഥ ആയിക്കോട്ടെ. നാരദൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ മഹാഭാരതത്തിലൊക്കെ നാരദനെ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ ആയിട്ടാണ്, ചരിത്രങ്ങളും പുരാണങ്ങളൊക്കെ എല്ലാം അറിയുന്ന ആളായിട്ടാണ്. ഉച്ചാരണം, വ്യാകരണം, ഗദ്യം, പദ്യം, അറിവിൻ്റെ ഒരു എല്ലാം അറിയുന്ന ഒരാളായിട്ടാണ് ലോക ഗുരുവായിട്ട് തന്നെയാണ് നാരദനെ നമ്മൾ കാണുന്നത്. ബ്രഹ്മാവിൻ്റെ തുടയിൽ നിന്ന്, അതായത് മടിയിൽ നിന്ന് ജനിച്ച നാരദൻ, അദ്ദേഹത്തിന് 7 ജന്മങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ ജന്മം ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്ന് ജനിച്ചു നാരദൻ എന്നുള്ള പേര് തന്നെ.
പിന്നീട് അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ബ്രഹ്മശാപമായി. അങ്ങനെ ശാപമേറ്റിട്ട് ബർഹണൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഗന്ധർവനായിട്ട് ജനിച്ചു. ബർഹണൻ എന്നുള്ള ആ ഗന്ധർവനായിട്ട് ജനിച്ചു. പിന്നീട് അടുത്ത ജന്മം വരുന്നത് ദ്രുമിള ചക്രവർത്തിയുടെ മകനായി നാരദൻ എന്ന പേരിൽ തന്നെ ജനിച്ചു. വീണ്ടും ബ്രഹ്മപുത്രനായിട്ട് നാരദൻ എന്ന പേരിൽ തന്നെ ജനിച്ച് മാലതിയെ വിവാഹം കഴിച്ചു. അതിനുശേഷം പിന്നെ കുരങ്ങനായിട്ടാണ് മരിച്ചത്. അങ്ങനെ അതൊരു ശാപം മൂലം കുരങ്ങനായിട്ട് മരിച്ചു എന്നാണ്. വീണ്ടും ബ്രഹ്മപുത്രനായിട്ട് ജനിച്ച് ദക്ഷൻ്റെ ശാപമേറ്റു. അതിനുശേഷം ദക്ഷപുത്രനായിട്ടും ഒരു പുഴുവായിട്ടും ജന്മമെടുത്തു. അങ്ങനെ ഇത്ര അധികം കൂടുതൽ എല്ലാ തരത്തിലും ജന്മം കൈക്കൊണ്ട ആളാണ് ആ നാരദൻ. അവസാനം അതായത് ബ്രഹ്മാവിൻ്റെ മകനായി പിറന്നുവെങ്കിലും ഹരിയോടുള്ള ഭക്തിയാണ് ഏത് സമയത്തും. ആ വിഷ്ണുവിൻ്റെ നാമം ജപിക്കുക എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഏതുവരെയും പോവാം അദ്ദേഹം. എന്നാലും എന്താ പറയുക, എല്ലാ മായയും ഉണ്ടാക്കുന്ന ഒരു കാഴ്ചകളാണ് നാരദനിലൂടെ നടത്തപ്പെടുന്നത്. ആ ഒരു കർത്തവ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാമായണ രചനയ്ക്കൊക്കെ പ്രചോദനം കൊടുത്തത് നാരദനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും നരൻ ആയിട്ടാണ് ആ നാരദനായിട്ട് ജീവിച്ച് വരുന്നത്. അപ്പോൾ ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ നാവിൽ നാരായണ എന്നുള്ള മന്ത്രം മാത്രമാണ്. അതുകൊണ്ടാണ് ആ വിഷ്ണു ഭഗവാൻ തന്നെയാണ് നാരദൻ എന്ന് കൂടി പറയാൻ പറ്റുന്ന അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാവർക്കും ആ നാരദൻ്റെ ജന്മരഹസ്യവും ജന്മങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.